അല്ല സുബൈദ, ഞാൻ അമ്മേന്റെ അടുത്ത് പോയി വന്നപ്പോഴേക്കും ഇവിടെ എന്താ ഭീഷണിപ്പെടുത്തിന്നോ ആരോ വന്നൂന്നോ എന്തൊക്കെയാ പറഞ്ഞു കിട്ടൂലോ. എന്താ ഉണ്ടായി സംഭവം? അത് ചേച്ചിയ സീനത്തിന്റെ ഉമ്മയും ആങ്ങളെയും അമ്മോനൊക്കെ പാടെ വന്നു കണ്ടേ. അതിനിപ്പോ തന്നെ ഓരെ പറഞ്ഞത് എന്റെ കുഞ്ഞിനെ പറഞ്ഞാൽ മതി. ഇതിനൊക്കെ ഓനാണ് ഓരൊക്കെ വലിച്ചോണ്ടത്. എനിക്ക് വില ഇടാൻ വന്നിക്ക. ഓർക്ക് ഒഴിഞ്ഞു പോകാൻ വേണ്ടിട്ട് ഞാൻ എത്ര പൈസ വെച്ചെങ്കിൽ അത് കൊടുത്തുകാണ്ട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കാൻ. പിന്നെ ഞാൻ കീറടിച്ചിട്ട് ഞാനാണ് പോയി എത്തൊക്കെ തൊള്ളി കിട്ടിയൊക്കെ മുഴുവൻ വിളിച്ചറിയിപ്പാണ്. അല്ലെങ്കിൽ ഒരു ഇടങ്ങേറ് പിടിച്ച കാര്യം തന്നെയല്ലേ. ഒന്നുമല്ല ഈ ആചാരമൊക്കെ പറഞ്ഞത് കേൾക്കും. അല്ലെങ്കിൽ പിന്നെ സീനത്ത് പറഞ്ഞ മാതിരിയില് അവരെന്താ മുതല് സ്വത്ത് തരാന്നൊക്കെ പറഞ്ഞില്ലേ, അതിനനുസരിച്ചൊന്നും ആലോചിക്കാൻ നോക്കല്ലേ നല്ലത്. എനിക്കങ്ങനെ സ്വത്തും മുതലൊക്കെ വേണം. എനിക്കെന്നോ അത് ആവേനും. ഞങ്ങൾ കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചിട്ടുള്ളെങ്കിലും എനിക്കെന്തോ അതിനകത്ത് താല്പര്യമില്ല. ഇനി ആചാര്യക്ക് വേണമെങ്കിൽ ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവായിക്കോട്ടെ. ഞാൻ മരിച്ചോളം ഇങ്ങനെയാണ് പോട്ടെ. അതിൻ്റെ വേറെ ഇപ്പം എനിക്കൊന്നും പറയാൻ ചേച്ചി. സുബൈദ, എന്നോട് ഞാൻ പറഞ്ഞു എന്നല്ലോ, നമ്മൾ എത്രയായാലും ഒറ്റയ്ക്ക് പെണ്ണുങ്ങൾ താമസിക്കുമ്പോഴേ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടൻ അവിടെ ഇല്ലെങ്കിലേ അതൊരു വിഷമാണ്. ഞാൻ അത് വിചാരിച്ചിട്ട് എന്നോട് പറയുകയാണ്. എന്താ ചെയ്യുക, നമ്മൾ കുറേ അനുഭവിക്കേണ്ടി വരും ഈ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ. ആ ഒരു ഇതിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതൊക്കെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ.